ഇതിപ്പോൾ എത്ര ദിവസമായി ചീര? 32 ദിവസം. 32 ദിവസം എടുക്കല്ലേ? നമ്മൾ ഫസ്റ്റ് ഇതാക്കുമ്പോൾ എന്താ ആട്ടുംകാട്ടോ? ഞാൻ വളപ്പൊടി അല്ലേ? വേറെ എന്ത് വേണ്ടല്ലോ ഇതിന്? വേറെ കുറച്ച് 20 ഇട്ടാൽ നല്ല ഒന്ന് വെട്ടുന്നുണ്ട് ഇതാവൂലേ? ഇത് സെയിൽ എങ്ങനെയാണ് നമുക്ക്? സെയിൽ നമ്മൾ കടയിൽ കൊടുക്കും, പിന്നെ ഇവിടെ പുറത്തില്ലേ? പച്ച ചുമപ്പ മാർക്കറ്റ് ചിലവലെ ഇഷ്ടല്ലേ? ഇത് നമ്മള് കടയിൽ കൊടുക്കല്ലേ നിങ്ങള്? റോഡ് സൈഡ് അങ്ങനെ കൊടുക്കാൻ നോക്കും, ലാഭല്ലേ? മറ്റു പോലെ ഒരു കമ്മീഷൻ കഴിയൂലേ? അങ്ങനെ ഉണ്ടല്ലേ. പക്ഷെ വേറെ വിഷയമുണ്ട് ഇതിലേ, നമ്മൾ യുവാക്കളൊന്നും ഇപ്പൊ ഈ ചീര കൃഷി അങ്ങനത്തെ നിങ്ങളെ ഫസ്റ്റ് കാണുന്നേ. അപ്പൊ നിങ്ങളൊരു വളരെ സല്യൂട്ടാണ്. കാരണം പൊതുവെ കൃഷി എന്നൊക്കെ അകന്നു മാറാണ്. അതല്ല ഇതൊക്കെ വരുന്നില്ലാന്ന്. പക്ഷെ ഇത് പുതിയ തലമുറക്കേ നല്ലൊരു പാടാണ് അറിയാം. കാരണം നമ്മളൊക്കെ ഉണ്ടാക്കണ അന്നത്തിന് കൃഷി ചെയ്ത് ഉണ്ടാക്കുമ്പോ നല്ല മറ്റൊക്കെ തമിഴ്നാട്ടിൽ നിന്ന് വരല്ലേ? വേക്കൂല. അതൊരു വളരെ കറക്റ്റ്. അല്ല പൊതുവെ ആൾക്കാരെ പുതിയ തലമുറ അല്ല കൃഷിക്ക്. അതുകൊണ്ടാണ് നമ്മൾ തമിഴ്നാട്ടിൽ നിന്ന് വിഷം പഠിച്ച പച്ചക്കറി കഴിക്കണ്. പിന്നെ നമ്മളവിടുത്തെ മെയിനായിട്ട് നമ്മളവിടുത്തെ യുവാക്കൾ ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ വിഷം അടിച്ച പച്ചക്കറി കഴിക്കേണ്ട ആവശ്യം വരുന്നില്ല. കാരണം അത്രയും യുവാക്കളാണ്. കൊറേ തേങ്ങ കൃഷി. അതെ. നല്ല 1500 വായ വെച്ചിരുന്നു. 1500 വായ. അതിലിപ്പോ വെള്ളരിയും ഇതൊക്കെ ഇടയിലോട്ടും ചെയ്തിരുന്നു. ഇടയിലിട്ടാണ്. നമ്മള് പറഞ്ഞാണല്ലേ. നമ്മളൊരു ഏട്ടനിപ്പോ ഇതില്ലാതെ അവിടെ വരും പണിയിലാണ്. ഇപ്പൊ നിങ്ങൾക്ക് വേറെ പണിയില്ലേ? മരമുറിയാണ്. അതിന്റെ അടിയിലപ്പോ ചെയ്യണേ. അതിന്റെ കൃഷി ആയിട്ടല്ല, കൃഷി രസത്തിന്. പാരമ്പര്യ കൃഷി ഉണ്ടേനോ? അച്ഛനോ? അച്ഛപ്പ കൃഷി ചെയ്യണ്ടോ? അപ്പൊ ആ പാരമ്പര്യം എങ്ങനെ? അത് കറക്റ്റ്. വളരെ ഇതാ. ശരി. ഉപയോഗിച്ചുകൊണ്ടിരിക്കാം. ഓക്കെ. നിക്കല്ലേ വാവേ. എല്ലാ മരം മുറിക്കും. ഡബ്ബറാണ് മെയിൻ അല്ലേ? ഇത് നനക്കേണ്ട ആവശ്യം വരില്ലല്ലോ? ഈ വെള്ളം മുഖ്യമൊന്നും പാരുന്നില്ല ഒന്നും ഇതാവില്ല, അല്ലെങ്കിൽ അങ്ങനെ ഇതായി കൊടുക്കില്ലേ? ഇതൊരു നല്ലൊരു ചീര നല്ലൊരു കൃഷിയാണ് അല്ലേ? വലിയ ശല്യങ്ങളൊന്നും ഇല്ലല്ലോ. ഡെയിലി വരുമാനം. പിന്നെ ഈ ജന്തുക്കളെ ശല്യമൊന്നുമില്ല, മയിൽ ശല്യമൊന്നും ഇല്ലല്ലോ? മറ്റീനൊക്കെ എല്ലാത്തിനും ശല്യമല്ലേ പൊതുവേ? എല്ലാത്തിനും പന്നി അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ? കുട്ടനെ വിളിച്ചോണ്ട് വരാൻ പറയട്ടോ. കുട്ടനോട് വരാൻ പറയും. അതിനൊരു കൃഷിയാക്കാം. അതിന് പറ്റിയൊരു കൃഷിയാണ് ചീര. കാരണം വല്ല നോട്ടം വേണ്ടല്ലോ. ഡെയിലി നമ്മളെ വട്ടച്ചെലവിൽ പൈസ എന്തായാലും കിട്ടും. മെനക്കെടില്ല. പിന്നെ ഈ വെള്ളം നനക്കണമെങ്കിൽ തന്നെ ഈ ഇതിലുണ്ടല്ലോ അല്ലേ? മുക്ക് ഇതാക്കൊന്നും മോട്ടർ അടിച്ചൊന്നും വേണ്ടല്ലോ. ഇങ്ങോട്ട് വരൂലേ? അതിന് ഇങ്ങോട്ട് വിളിക്കൂലേ? പുറത്തറിയാവുന്ന അവനാൻ്റെ കാര്യങ്ങൾ നടത്തല്ലേ?